ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായ സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ഡിസംബർ മാസം 19-ാം തീയതിയാണ്. ഡിസംബർ മാസം 19, 20 ദിവസങ്ങളിൽ തീയതികൾ റിലീസ് ചെയ്യുന്ന OTT റിലീസ് ചെയ്യുന്ന ലിസ്റ്റുകളാണ്, സിനിമകളും സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കാം. എന്നാൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസും കാര്യങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വരുന്നതാണ്. പിന്നെ ഇന്ന് രാവിലെ റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടുവന്ന് റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതൊക്കെ ഇന്നത്തെ അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഡ്രാമ വാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. The 688 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ നാളെ ഉച്ചയോടുകൂടി ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. മൂൺ വാക്ക് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫെറി 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ നാളെ ഉച്ചയോടുകൂടി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റ് ഭാഷകളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ബോയ് കിൽസ് വേൾഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ലീല വിനോദം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു മലയാള സിനിമയാണ്. മീര ജാസ്മിൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പാലും പഴവും എന്ന് പറഞ്ഞ സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ നാളെ വൈകിട്ട്, അതായത് ഡിസംബർ മാസം 20-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ശേഷം ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. അഥർവയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കാർത്തിക് നരേൻ സംവിധാനം ചെയ്ത സിനിമയാണ് നിറങ്ങം 3 എന്ന സിനിമ. ഈ സിനിമ ഇതിനു മുമ്പേ തന്നെ ലീക്കാകപ്പെട്ടിരുന്നെങ്കിലും ഒഫീഷ്യൽ റിലീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷമാണ്. സിംപ്ലി സൗത്ത്, ആഹ തമിഴ് ഈ 2 OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഇന്ന് രാത്രി 12 ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്ത ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. സുന്ദരം മാസ്റ്റർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി 12 ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഹക്കീം ഷാജഹാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു കടക് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സൺനെക്സിൽ റിലീസ് ചെയ്യുന്നതാണ്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് പഞ്ചായത്ത് ജെട്ടി എന്ന ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന മറിയമായൻ ടീമിന്റെ സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ OTT റിലീസിന് തയ്യാറെടുക്കാണ്. മനോരമ മാക്സ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദയർ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. ഈ സിനിമ ഏഷ്യാനെറ്റിൽ ഡിസംബർ മാസം 25-ന് സ്ട്രീം ചെയ്യുന്നുണ്ട്. അതിനു മുമ്പേ ഡിസംബർ മാസം 24-ന് മനോരമ മാക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് ഒരു സർപ്രൈസ് റിലീസ് ആവാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ്. ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഗാങ്സ്റ്റർ മൂവിയായിരുന്നു മുറ എന്ന് പറഞ്ഞ സിനിമ. മലയാള സിനിമയാണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആമസോൺ പ്രൈമിൽ സർപ്രൈസ് റിലീസ് വന്നേക്കാം എന്നുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് റിലീസുകൾ ആമസോണിന്റെ ഭാഗത്തു നിന്നും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.